ജുറാസിക് പാർക്ക് മൂവി ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ മൂവിയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. ഈ ഒരു സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒന്നുമില്ല സിനിമയിൽ. എന്തിനാണ് ഇങ്ങനെ സിനിമ ചെയ്തതെന്ന് ഡയറക്ടറിനോ, എന്തിനാണ് ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചവർക്കോ, എന്തിനാണ് ഇങ്ങനെ ഒരു മൂവിക്ക് വേണ്ടി പൈസ ഇറക്കുന്നത് പ്രൊഡ്യൂസേഴ്സിനോ അറിയാത്തൊരു മൂവി. ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിന്റെ ആദ്യത്തെ ഒരു 3 സിനിമ, അത് OG ജുറാസിക് പാർക്ക്, ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതിൽ ആ ഒരു ഫസ്റ്റ് പാർട്ട് 90s കിഡ്സിനൊക്കെ അറിയാം. ആ ഒരു മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഫീൽ എന്നൊക്കെ പറഞ്ഞത് വേറെ ലെവലാണ്. സോ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ 7 അയലത്ത് പോയിട്ട് ആ ഒരു മൂവി ഫ്രാഞ്ചൈസിലാണ് ഈ ഒരു സിനിമയെന്ന് പോലും പറയാൻ നാണക്കേടാണ്. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? ഡൈനോസോഴ്സ് വരുന്നു, അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ പ്രസന്റേഷൻ ആണല്ലോ. പക്ഷെ ഈ ഒരു സിനിമയിൽ അവർ ഡൈനോസോഴ്സിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണണം, സഹിക്കൂല. അതും ടീറക്സിനാ, വേറെ ആരെയും ഞാൻ സഹിക്കാം. ടീറക്സ് ആ ഒരു മൂവി ഫ്രാഞ്ചൈസിലെ ഒരു വൺ ഓഫ് ദ കിഡിലൻ ക്യാരക്ടറാണ്. ഇപ്പൊ ഗോഡ്സില വേഴ്സസ് കിങ് കോങ് ആരാന്ന് ചോദിച്ചാൽ അതുപോലെ ഈ ഒരു ജുറാസിക് പാർക്കിലെ ഒരു ക്യാരക്ടറാണ് ടീറക്സ് എന്ന് പറയുന്നത്. ടീറക്സിനൊക്കെ വെറും കോമഡി ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ടീറക്സ് ഇങ്ങനെ സൈഡിൽ വെള്ളം കുടിക്കാൻ നിൽക്കും, അവിടെ ഒരു ഫാമിലി വരും, അവർ രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിക്കും, അവരവിടെ കിടന്ന് സർക്കസ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. എന്നിട്ടൊന്നും മൂപ്പര് കണ്ടിട്ടില്ല. കുറെ കഴിയുമ്പോൾ മൂപ്പര് ഇങ്ങനെ തല ഒന്ന് തിരിക്കുമ്പോൾ ആൾക്കാരെ കാണും. അപ്പൊ തന്നെ ടീറക്സിന്റെ മൈൻഡൊക്കെ മാറി ടീറക്സ് വേറെ ബീസ്റ്റ് മോഡൊക്കെ ഓണാക്കി അങ്ങ് അറ്റാക്കിന് ഇറങ്ങും. അവരിങ്ങനെ ടീറക്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്കിപ്പായി ഒരു പാറയുടെ ബാക്കിൽ പോയി ഒളിക്കുമ്പോൾ ടീറക്സ് അടുത്ത് വന്നിട്ട് ഓക്കെ ഇനിയിപ്പോൾ ഒരു മൂഡില്ല, നാളെ വരാം. അങ്ങനത്തെ രീതിയിലാണ് അവർ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ടീറക്സ് ആണ്, അതൊരു ഡൈനോസർ ആണ്. റെസ്പെക്ട് കൊടുക്കുക, അല്ലാതെ ഒരു പൂച്ചസാറല്ല. അതിനുള്ള റെസ്പെക്ട് കൊടുക്കുക. ഇങ്ങനെ കോമഡി പീസ് ആക്കി കളയാതെ പ്ലീസ്. ടീറക്സ് പോട്ടെ, അത് കഴിഞ്ഞിട്ട് വരുന്ന കുറെ ആശാന്മാരുണ്ട്. ഈ മ്യൂട്ടൻ ടൈപ്പ് ഓഫ് കുറെ ഡൈനോസേഴ്സ് ഉണ്ട്, അതായത് സ്പീഷീസിനൊക്കെ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സിനിമയിലെ ക്ലൈമാക്സ് പോർഷനിൽ വരുന്ന ഒരു ഡൈനോസർ ഉണ്ട്. സത്യം പറഞ്ഞാൽ DC-യിലെ ഒരു വില്ലൻ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അങ്ങനത്തെ രീതിയിലാണ് അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഡൈനോസർ എന്ന് എഴുതി കഴുത്തി കൂടി ഒരു ബോർഡ് ഇട്ടാൽ പോലും ഒരുത്തിനും വിശ്വസിക്കത്തില്ല. ഒരുമാതിരി ഏലിയനോ അല്ലെങ്കിൽ വേറെ ആർക്കെല്ലാം കൂടി ഉണ്ടായതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനാണ് ശോകം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് ചോദിച്ചാൽ പ്രസന്റേഷനിൽ മാത്രമല്ല, ഈ ഒരു എൻറ്റയർ മൂവിയെ ശോകമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടു മടുത്തൊരു സ്റ്റോറി ഉണ്ടല്ലോ. ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളതിനെ ആലോചിക്കും, ഓക്കെ ഇവർ ഇതുവരെ ചത്തില്ലേ, ചാവാനുള്ള ടൈമൊക്കെ കഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ആലോചിക്കുന്ന രീതിക്കാണ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ. ഒരു ലൈനിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഹാർട്ട് അറ്റാക്കിനൊക്കെ ആയിട്ടുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് കുറച്ച് ബ്ലഡ് സാമ്പിൾസ് വേണം. ഈ ഒരു വലിയ ഡൈനോസോഴ്സിന്, അതായത് ചെറുതല്ല വലുതായിട്ടുള്ള കുറച്ച് ഡൈനോസോഴ്സിന്റെ ബ്ലഡ് സാമ്പിൾസ് വേണം. അത് കളക്ട് ചെയ്യാനായിട്ട് ഇവർ കുറച്ച് ടീമായിട്ട് കാട്ടിലോട്ട് പോകും. ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കണ്ടതുപോലെ തോന്നുമെങ്കിൽ അത് തന്നെയാണ്, അവനെ കൊണ്ട് തന്നെയാണ്. എനിക്കും പല ഏരിയാസിൽ അങ്ങനെ തോന്നി. അവിടെ പാമ്പാണെങ്കിൽ ഇവിടെ ഡൈനോസറിനെ മാറ്റി വെച്ചാൽ പക്ക. ഈ അനക്കോണ്ടയുടെ ഹണ്ട് ഫോർ ബ്ലഡ് ഓർക്കിഡ് എന്നൊരു മൂവി ഉണ്ട്, എക്സാക്ട്ലി സെയിം. ആ ഒരു 2.5 മണിക്കൂറുമുണ്ട് ഈ ഒരു മൂവിയുടെ റൺ ടൈം. ആ 2.5 മണിക്കൂറിൽ എവിടെയെങ്കിലും ഒരു സീക്വൻസ് അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ കിട്ടലാണെന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ ഹൈലി മെൻഷൻ ചെയ്തേനെ. അങ്ങനെ ഒരു സീക്വൻസ് പോലും ഈ ഒരു എൻറ്റയർ മൂവിയിലില്ല. ആസ് ഒരു ഫാൻ ബോയായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ ടോട്ടലി ഡിസപ്പോയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ശരി, ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനും അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങും ആ ഒരു എലമെന്റ്സ് ഒക്കെ മാറ്റി നിർത്തി തിയേറ്ററിൽ പോയി ഡൈനോസോഴ്സിനെ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഓർത്താണോ എന്ന് ചോദിച്ചാൽ അത് ഒട്ടുമില്ല. ഡൈനോസോഴ്സിനൊക്കെ വെറും കോമഡി എന്നൊക്കെ പറഞ്ഞാൽ വെറും കോമഡി. അതായത് ടീറക്സും നോർമലായിട്ടുള്ള നമ്മൾ ഇത്രയും കാലമായിട്ട് കണ്ടുവന്ന ഒരുപാട് ഡൈനോസോഴ്സിനൊക്കെ മറ്റേ കോമഡി പീസ്, മറ്റേ ട്രോളിൽ പറയത്തില്ലേ അപമാനിച്ചെങ്കിൽ ഞാനങ്ങോട്ട്, അങ്ങനത്തെ രീതിയാണ്. അതും അവസാനം വരുന്ന ഒരു മ്യൂട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഉണ്ട്. അത് ഡിസൈൻ ചെയ്ത് ആരെന്ന് എനിക്ക് അറിയത്തില്ല. കാണുവാണെങ്കിൽ പോനെ ഒരു സല്യൂട്ട് ഞാൻ നിനക്ക് തരും. അമ്മാരി കിഡിലാണ് ഡിസൈൻ, ഒന്നും പറയാനില്ല. സ്കാർലറ്റ് ജോൺസൺ ഒക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മൂവിൽ വന്നതെന്ന് എനിക്ക് ഒട്ടും പിടുത്തം കിട്ടുന്നില്ല. ചിലപ്പോൾ പറഞ്ഞാണ് ഡൈനോസർ ആയിട്ടുള്ള 2-3 ഫൈറ്റ് ഉണ്ട്, നമ്മളെ ബ്ലാക്ക് വിഡോ പോലെ പറന്നിടന്ന് അടിക്കുക എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ സെറ്റ്, ഞാൻ എന്താ വരുന്നു മോനെ എന്ന് പറഞ്ഞ് പുള്ളിക്കാർ സൈൻ ചെയ്ത്. അങ്ങനെ തന്നെയാണ്. ഒരാളുടെ പെർഫോമൻസ് പോലും എടുത്തു പറയാൻ പറ്റാത്ത രീതിക്കുള്ള വേസ്റ്റ് മൂവി. ഡിസപ്പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വാക്കുകൊണ്ടൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ ഷോ ആയിട്ടുള്ള ഒരു മൂവിയാണ്. വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് കൊച്ചുകുട്ടികളൊക്കെ പോകുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അവർ കാണാത്ത അല്ലെങ്കിൽ അവർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആത്ത ഒരു എലമെന്റ് ആയതുകൊണ്ട് ഓക്കെ ഫൈൻ, അവർ എൻജോയ് ചെയ്യും. പക്ഷെ നമ്മളെപ്പോലെ ഒരുപാട് മൂവീസ് ഇതുപോലെ കണ്ട്, അല്ലെങ്കിൽ ജുറാസിക് പാർക്കിൽ തന്നെ ഒരുപാട് ഇതുപോലത്തെ കോൺസെപ്റ്റ് മൂവീസൊക്കെ കണ്ടുവരുന്നവർക്ക് ഒരിക്കലും വർക്കാവാനുള്ള ചാൻസ് ഇല്ല. വേറെ ഒന്നുമില്ല സിനിമയിൽ. കുറേ ആൾക്കാർ അങ്ങോട്ട് ഓടും, ഡൈനോസർ ബാക്കിൽ നിന്ന് ഓടും, ഡൈനോസർ നിൽക്കുമ്പോൾ അവർ നിൽക്കും, പിന്നെ ഡൈനോസർ എനർജി വരുമ്പോൾ ഡൈനോസർ ഓടും, തിരിച്ച് അവരും ഓടും. അത് തന്നെ, വേറെ ഒന്നുമില്ല സിനിമയിൽ. അവസാനമാകുമ്പോൾ ഒരു നന്മയോളി ഭയങ്കര ത്യാഗമൊക്കെ ചെയ്ത് ഭയങ്കര നന്മ മനസ്സുള്ളതായിട്ടാകും. പിന്നെ ഓഫ് കോഴ്സ് ഒരുത്തൻ കാണും ഭയങ്കര വില്ലനായിട്ട് മാറി അവൻ തട്ടിപ്പോവും. അവൻ എന്ത് ഇതുവരെ തട്ടിപ്പോയില്ല എന്നൊക്കെ ഞാൻ ആലോചിച്ചു കേട്ടോ. അതായത് എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതി. അതും ആ ഫസ്റ്റ് ഹാഫ് എൻ്റെ മോനെ ലാഗ് എന്നൊക്കെ പറയാനുണ്ടല്ലോ, ഇറങ്ങി ഓടാൻ തോന്നി എനിക്ക്. സെക്കൻഡ് ഹാഫിൽ എവിടെയെങ്കിലൊക്കെ ഓക്കെ നമുക്കിങ്ങനെ ഓക്കെ കാണാം, ഓക്കെ ജസ്റ്റ് കുഴപ്പമില്ല എന്ന് പോലും അല്ല, ഓക്കെ ഫൈൻ
കണ്ട് പാസ് ചെയ്യാം എന്ന രീതിക്കാണ് ഓരോ സീക്വൻസ് വന്നിരിക്കുന്നത്. അല്ലാതെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തി ഓക്കെ എഡ്ജ് ഓഫ് ദ സീറ്റ് കൊണ്ട് നിർത്തി മോനെ പൊളിക്കും, ഡൈനോസർ വരുന്നു, എല്ലാവരെയും കടിച്ചു കീറുന്നു, അങ്ങനെ ഒന്നും എവിടെയില്ല. ചില സീക്വൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി എല്ലാവരും കടിച്ചങ്ങ് കൊല്ലുക, സിനിമ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നൊക്കെ രീതിയൊക്കെ ഫീൽ ആയിപ്പോയി. പക്ഷെ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഈ ഒരു മൂവിയുടെ ഡയറക്ടറിന്റെ മുന്നത്തെ മൂവി എന്നൊക്കെ പറയുന്നത് ക്രിയേറ്ററൊക്കെയാണ്. സോ അങ്ങനത്തെ ഒരു ഡയറക്ടറിന്റെ മൂവി ആയപ്പോൾ ഓഫ്കോഴ്സ് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യും. ആ ഒരു ഹൊറർ എലമെന്റും അല്ലെങ്കിൽ ആ ഒരു ഡൈനോസേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഹൊറർ എലമെന്റ് ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഒക്കെ വന്ന് വേറെ ലെവലായിരിക്കും പ്രതീക്ഷ. ഇപ്പോൾ കണ്ടുമടുത്തൊരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ആ ടെംപ്ലേറ്റ് ഒന്ന് പൊടി തട്ടി പെയിന്റ് അടിച്ച് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഫീലാണ്. സോ എന്തായാലും പോയി കണ്ടു നോക്കുക സിനിമ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യും. ചിലപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പോലെ ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഒരു സീക്വൻസ് പോലും ഞാൻ എൻജോയ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സീക്വൻസ് എൻജോയ് ചെയ്ത് എനിക്ക് അടിപൊളി എക്സ്പീരിയൻസും തന്നെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്തതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സീക്വൻസോ ഒന്നും എൻ്റെ മൂവിയിലില്ല. സോ എന്തായാലും കണ്ടു നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.